5-ാം വയസ്സിലാണ് ഗൗരികൃഷ്ണ എന്ന ഈ കൊച്ചുമിടുക്കി സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്. പാട്ട് പഠിക്കാനെത്തിയ കുട്ടി വയലിനിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് ഈ കുട്ടിയുടെ ഹൃദയതാളമായി വയലിൻ സംഗീതം മാറി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലടക്കം നിരവധി പുരസ്കാരങ്ങളാണ് ഇതിനോടകം ഈ കുട്ടി സ്വന്തമാക്കിയത്. കേരളത്തിൽ ഒരുപാട് വയലിനിസ്റ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ ഒരുപാട് വേദന പങ്കുവെച്ച് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ബാലഭാസ്കറാണ്. ബാലഭാസ്കറിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പുതിയ വയലിനിസ്റ്റ് ഇപ്പോൾ സ്റ്റേജ് പെർഫോമൻസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ബാലഭാസ്കറിനോടാണ് കൂടുതൽ ഇഷ്ടം, അതോ മനസ്സിൽ ആ ഒരു നമ്മുടെ ഒരു ആഗ്രഹമാണ് പുള്ളിയെപ്പോലെ വളരണമെന്നുള്ളത്? അപ്പോൾ കൊച്ചിലേട്ടെ കണ്ട് കേട്ടും ഒക്കെ പഠിച്ചത് സാറിൻ്റെ നിന്നാണ്. ഇപ്പോൾ റോൾ മോഡലാണ് തീർച്ചയായിട്ടും കൊച്ചിലോട്ടെ. നേരിട്ട് കാണാൻ പറ്റില്ല. ഇല്ല സംഭവിച്ചിട്ടില്ല. നേരിട്ട് കാണുന്നതിന് മുമ്പേ മീൻസ് ആ ഒരു ഇതിലേക്ക് കുറച്ചുകൂടെ പ്രൊഫഷണലി എടുക്കണമെന്നുള്ളൊരാഗ്രഹമൊക്കെ ഉണ്ടായ ടൈമിലായിരുന്നു സാറിൻ്റെ മരണം. സോ പറ്റിയിട്ടില്ല. അച്ഛനായിരുന്നു പഠിപ്പിച്ചത്. കൊച്ചിലെ ഒരു 5 വയസ്സിൽ കൊണ്ട് ഇരുത്തിയത്. അപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഒരു അറിവൊന്നും ഇല്ലാത്ത ടൈമിലായിരുന്നു. അപ്പോൾ വീട്ടുകാർ പഠിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. പിന്നീടാണ് ഇതിനെക്കുറിച്ച് സീരിയസ്നെസ് എടുക്കാൻ തുടങ്ങിയത്. നിരവധി സ്റ്റേജ് ഷോകളിലും ഗൗരികൃഷ്ണ സംഗീതപ്രേമികളുടെ ഹരമായി മാറുകയാണ്. ഇന്ത്യയിലെ നിരവധി വേദികളിൽ ഗൗരികൃഷ്ണ എന്ന ഈ കൊച്ചു കലാകാരിക്ക് ആയിരക്കണക്കിന് ആരാധകരാണുള്ളത്. വാദ്യമേളത്തോടൊപ്പമുള്ള വയലിൻ സംഗീതമാണ് ഗൗരികൃഷ്ണയുടെ പ്രധാന ഇനം. വീട്ടുകാരുടെ ഭാഗത്തു നിന്നും അകമഴിഞ്ഞ പിന്തുണയാണ് വളർന്നു വരുന്ന ഈ കൊച്ചുമിടുക്കിക്ക് ലഭിക്കുന്നത്. ഇതെങ്ങനെയാണ് മോള് ചെറുപ്പം തൊട്ടേ ആഗ്രഹമുണ്ടായിരുന്നു? പഠിക്കുന്നുണ്ടായിരുന്നു. വയലിൻ പഠിക്കുന്നുണ്ട്, പാട്ടും പഠിക്കുന്നുണ്ട്. കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം, ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.